അതാണ് ഈ പിള്ളേരൊന്നും ഇവിടെ നിൽക്കാത്തത്. ഇവിടെ എന്ത് കിട്ടിയിട്ടാണ് നിൽക്കുന്നത്? ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന് ജോലി കൊടുക്കാൻ പറ്റിയ എത്ര പൊതുമേഖലാ സ്ഥാപനമുണ്ട് ഇവിടെ? വേണ്ട, ഈ കുട്ടികൾക്ക് ജോലിയൊന്നും വേണ്ടേ? 25 കൊല്ലം പുറകെ നടക്കുവാണ് കേരളം. ഞങ്ങൾ അതിനല്ല വന്നിരിക്കുന്നത്. 25 കൊല്ലത്തേക്ക് മുമ്പിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. പണം ഉണ്ടാക്കി പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ബഡ്ജറ്റ് അവതരണം സ്വകാര്യ നിക്ഷേപകരെ കൊണ്ടുവരാൻ വേണ്ടിയാണ് എന്ന പ്രതിപക്ഷത്തിന്റെ ആക്ഷേപത്തിന് മറുപടി പറയുന്ന മുഖ്യമന്ത്രിയുടെ ഈ വാചകം നമുക്കൊന്ന് കണ്ടു നോക്കാം. പ്രതിപക്ഷ നേതാവ് ആക്ഷേപിച്ചെന്ന് പറഞ്ഞു സ്വകാര്യ നിക്ഷേപങ്ങളെ മുഴുവൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ബജറ്റ് എന്ന് പറഞ്ഞത്. ശരിയാണ്. അല്ല, കേൾക്ക്, അദ്ദേഹത്തിന്റെ ആക്ഷേപത്തെ ഞാൻ പൂർണ്ണമായി സ്വീകരിക്കുന്നു. സ്വകാര്യ നിക്ഷേപം ഇവിടെ ഉണ്ടാവണം. ഈ 87,000 കോടി രൂപയുടെ കടവും ഇപ്പൊ കൊടുക്കേണ്ട ബാധ്യതയും 5 ലക്ഷം കോടി രൂപയുടെ കടവുള്ള ഒരു സംസ്ഥാനത്തിന് ഏത് കാര്യമാണ് ഒരു സെക്ടറിൽ, പബ്ലിക് സെക്ടറിൽ തുടങ്ങാൻ പറ്റുന്നത്? ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടേ? ഇവിടെ മത്സരിക്കുകയാണ് സംസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ. ഓരോ ഇൻവെസ്റ്റ്മെന്റും കൊണ്ടുപോകുന്നതിന് വേണ്ടി തമിഴ്നാടും കർണാടകയും മഹാരാഷ്ട്രയും തെലങ്കാനയും ആന്ധ്രയും ഹരിയാനയും ഇവിടെ വരാൻ പാടില്ല ആരും. അതല്ല ഞങ്ങളുടെ നയം. ഞങ്ങൾ സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കും, ഇൻവെസ്റ്റ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കും. അതുവഴിയെ സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. ആർക്കാണ് ഗവൺമെന്റ് തൊഴിൽ കൊടുക്കുന്നത്? എല്ലാ പബ്ലിക് സെക്ടറിലും കോൺട്രാക്ട് ലേബറിനാണ് വെക്കുന്നത്. KMML ആളെടുത്തിട്ട് എത്ര നാളായി? IRൽ ആളെടുത്തിട്ട് എത്ര നാളായി? കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനമായ TCCയിൽ ഒരു അപ്പോയിന്റ്മെന്റ് നടന്നിട്ട് എത്ര നാളായി? ഞാനവിടെയൊക്കെ യൂണിയൻ പ്രസിഡന്റാണ്. ഒരു പുതിയ ഒരാൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നില്ല. ഉള്ള ജോലിയിൽ നിന്ന് ആള് റിട്ടയർ ചെയ്യുമ്പോ കോൺട്രാക്ട് ലേബറെ വെച്ചുകൊണ്ടാണ് കേരളത്തിലെ പബ്ലിക് സെക്ടർ നടന്നുകൊണ്ടുപോകുന്നത്. നിങ്ങളൊന്ന് അന്വേഷിക്കുക. ഈ ട്രാക്കോ കേബിൾ കൂട്ടിപ്പോയില്ലേ? ടെൽക്ക് ബൂട്ടലിന്റെ വക്കീലാണ്. അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ബൂട്ടലിന്റെ വക്കീലാണ്. ട്രാവൻകൂർ സിമന്റ്സ് ബൂട്ടലിന്റെ വക്കീലാണ്. ആരുടെ പണം എടുത്തുകൊണ്ട് അതൊക്കെ നടന്നു പോകുന്നത്? അപ്പോൾ മുഖ്യമന്ത്രി തറപ്പിച്ച് തന്നെ പറയുകയാണ് സ്വകാര്യ നിക്ഷേപകരെ കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശമെന്നും സ്വകാര്യ നിക്ഷേപം സ്വീകരിച്ചാൽ മാത്രമേ കേരളത്തിന് ഇനിയും മുന്നോട്ട് രക്ഷയുള്ളൂ എന്നുമാണ് മുഖ്യമന്ത്രി പറയുന്നത്. 85,000 കോടി ഇപ്പോൾ കൊടുക്കാനുള്ളതും 5 ലക്ഷം കോടി കടമുള്ളതുമായ ഈ കേരളത്തിൽ അല്ലാതെ യാതൊരു മാർഗവുമില്ലെന്ന് മുഖ്യമന്ത്രി ജനങ്ങളോട് പറയുകയാണ്. ഇവിടെ ഏത് പ്രവർത്തനത്തിനാണ് കാശുള്ളത്? സ്വകാര്യ നിക്ഷേപകരെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ ഇനിയും കേരളത്തിന് മുന്നോട്ടുള്ള പോക്ക് സാധ്യമാകൂ എന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഇവിടെയുള്ള ഏത് സ്ഥാപനമാണ് പൂട്ടിപ്പോകാത്തതെന്നും മുഖ്യമന്ത്രി എടുത്തു ചോദിക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ബാക്കി വാക്കുകൾ കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ നികുതി പണം, നമ്മുടെ എക്സ്ചക്കറിൽ നിന്നുള്ള പണം, നിങ്ങളും ഞാനും കൊടുക്കുന്ന നികുതി പണം എടുത്തുകൊണ്ട് റിട്ടയർമെന്റ് വേക്കൻസിയിൽ പോലും ഒരാളെ നിയമിക്കാൻ പറ്റാതെ ഉള്ള പബ്ലിക് സെക്ടറിൽ എടുത്ത് തലയിൽ വെച്ചിട്ട് സ്വകാര്യ നിക്ഷേപം പാടില്ല എന്ന് പറഞ്ഞാൽ ആ പോളിസിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾ സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരും എന്നാണ് UDF ഗവൺമെന്റിന്റെ പോളിസി. അല്ലെങ്കിൽ കേരളം ഉണ്ടാവില്ല. ഇതാണ് യാഥാർത്ഥ്യം. ക്ലീശേ വന്ന വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ ഭാവിയെ, കേരളത്തിന്റെ അതാണ് ഈ പിള്ളേരൊന്നും ഇവിടെ നിൽക്കാത്തത്. മുഖ്യമന്ത്രി അക്കമിട്ട് നിരത്തിയാണ് പറയുന്നത്. ഓരോ സംരംഭങ്ങളും പൂട്ടലിന്റെ വക്കലെത്തി നിൽക്കുകയാണെന്നും ഏത് നിമിഷം വേണേലും പൂട്ടിപ്പോകാമെന്നും ഈ സമയത്ത് പ്രൈവറ്റ് സെക്ടറിൽ ആളിനെ എടുക്കരുത് എന്ന് പറയുന്നത്, സ്വകാര്യ നിക്ഷേപകരെ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞു ഇവിടെ ഗവൺമെന്റ് അടിസ്ഥാനത്തിൽ തൊഴിൽ കൊടുക്കാമെന്ന് വെറും വാക്ക് പറയുന്നതിനും ഒരു പരിധിയില്ലേ എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ബാക്കി വാക്കുകൾ കൂടി നമുക്കൊന്ന് കാണാം. ഇവിടെ എന്ത് കിട്ടിയിട്ടാണ് നിൽക്കുന്നത്? എന്ത് ജോലി കിട്ടിയിട്ടാണ് നിൽക്കുന്നത്? ഇവിടെ എത്ര എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്? ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന് ജോലി കൊടുക്കാൻ പറ്റിയ എത്ര പൊതുമേഖലാ സ്ഥാപനമുണ്ട് ഇവിടെ? BTech പാസ്സായി വരുന്ന ഒരു കുട്ടിക്ക്, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി വരുന്ന ഒരു കുട്ടിക്ക് ജോലി കൊടുക്കാൻ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി വരുന്ന ഒരു കുട്ടിക്ക് ജോലി കൊടുക്കാൻ ഏത് സ്ഥാപനമുണ്ട് ഇവിടെ? വേണ്ട, ഈ കുട്ടികൾക്ക് ജോലിയൊന്നും വേണ്ടേ? 25 കൊല്ലം പുറകെ നടക്കുവാണ് കേരളം. ഞങ്ങൾ അതിനല്ല വന്നിരിക്കുന്നത്. ഞങ്ങൾ അധികാരത്തിന് വന്നിരിക്കുന്നത് കേരളത്തെ 25 കൊല്ലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല, 25 കൊല്ലത്തേക്ക് മുമ്പിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. കേരളത്തിൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാക്കി സമ്പദ്ഘടനയെ ഉത്തേജിപ്പിച്ച് പണം ഉണ്ടാക്കി പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പണം കൊണ്ട് വെൽഫെയർ പ്രോജക്റ്റുകൾ നടപ്പാക്കും. 5 പൈസ കയ്യിലില്ല, എന്നിട്ട് വീണ്ടും പഴയതുപോലെ ആവണം, അതിനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇതെല്ലാം ജനങ്ങളോട് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പൊതുമേഖലാ സ്ഥാപനവും വിറ്റഴിക്കുന്ന ഒരു വാചകം ഈ ബജറ്റിലില്ല. പിന്നെ എന്തിനാ ഈ ക്ലീശേ വന്ന വാചകം ആവർത്തിച്ചുകൊണ്ട് വരണം? അപ്പോൾ മുഖ്യമന്ത്രി അക്കമിട്ട് പറയുകയാണ്, ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ പാസ്സായ ഒരു കുട്ടിയുണ്ടെങ്കിൽ അവന് ജോലി കൊടുക്കാനും എന്ത് മാർഗമുണ്ടോ? ഏതെങ്കിലും സ്ഥാപനമുണ്ടോ?
ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായ വ്യക്തിക്ക് ജോലി കൊടുക്കാൻ മാർഗമുണ്ടോ? ഒന്നുമില്ല. എന്നിട്ടും പറയുന്നത് സ്വകാര്യ നിക്ഷേപകരെ അടുപ്പിക്കരുത് എന്നാണ്. അത് ഞങ്ങളുടെ പ്ലാനിലില്ലെന്നും സ്വകാര്യ നിക്ഷേപം സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി തറപ്പിച്ചു പറയുകയാണ്. അപ്പോൾ ഇതിന് സപ്പോർട്ടുമായിട്ട് പബ്ലിക് കൂടെയുണ്ടെന്ന് ഇതിന്റെ താഴെയുള്ള കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ജനങ്ങൾ ഫുൾ സപ്പോർട്ടിലാണ് മുഖ്യമന്ത്രിക്ക്. പുറമോട്ടുള്ള ചിന്താഗതിയല്ല ജനത്തിന് വേണ്ടത് എന്നാണ് ഓരോരുത്തരും പറയുന്നത്. തന്നെയുമല്ല, മുഖ്യമന്ത്രി എടുത്തു പറയുന്നുണ്ട്, ഇപ്പോൾ നിലവിൽ 25 വർഷം പുറകിലാണ് കേരളമെന്നും ഞങ്ങൾക്ക് വേണ്ടത് 25 വർഷം മുന്നോട്ട് പോകുന്ന കേരളത്തെയാണെന്നും മുഖ്യമന്ത്രി അതിനുവേണ്ടിയാണ് താൻ ശ്രമിക്കുന്നതെന്നും പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ജനത്തിന് കൈയടിക്കാനേ സാധിക്കുകയുള്ളൂ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ തകർപ്പൻ പ്രസംഗം നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.